ഹായ് സ്റ്റുഡൻസ്, എനർജി ഫ്രം ഓഷ്യൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ സിസ്റ്റം ഒട്ടെക് സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടൈഡൽ എനർജി കൺവേർഷൻ സിസ്റ്റം ഓർ ടൈഡൽ എനർജിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് ഓഷ്യൻ വേവ്സ്. നോക്കുക, നമ്മൾ ഓഷ്യൻസിൽ വേവ്സ് ഉണ്ട് അല്ലേ, തിരമാലകളുണ്ട്. അപ്പോൾ ഈ തിരമാലകളെ നമുക്ക് എനർജി സോഴ്സസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം എന്താണ് ഓഷ്യൻ വേവ്സ് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഓഷ്യൻ്റെ സർഫസിലൂടെ വീശുന്ന വിൻഡ്, ആ വിൻഡിൻ്റെ എനർജി സീ വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ് ഓഷ്യൻ വേവ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഓഷ്യൻ വേവ് ഈസ് ഫോംഡ് ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം സർഫസ് വിൻഡ് ടു ദ സീ എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്തായാലും ഈ ഓഷ്യൻ വേവ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ എനർജിയെ നമുക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു എനർജിയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ വിൻഡ് എനർജി സിസ്റ്റം നമ്മൾ കണ്ടു, അതുപോലെ തന്നെ ടൈഡൽ എനർജി സിസ്റ്റം കണ്ടു, അപ്പോൾ സോളാർ എനർജി സിസ്റ്റം കണ്ടു അല്ലേ. അപ്പോൾ അതിലൊക്കെ കൺവേർഷൻ സിസ്റ്റംസ് ഉണ്ട്. അതായത് ടൈഡൽ എനർജിയെ നമുക്ക് ആവശ്യമുള്ള എനർജി ഫോംസ് ആക്കി മാറ്റുന്ന കൺവേർഷൻ സിസ്റ്റം, ടൈഡൽ എനർജി കൺവേർഷൻ സിസ്റ്റം, സോളാർ എനർജി കൺവേർഷൻ സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ കൂടുതൽ എനർജി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഓഷ്യൻ വേവ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിൽ നമുക്ക് ലഭ്യമാവുന്നു എന്നുള്ളതാണ്. മോർ എനർജി ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ ഓഷ്യൻ വേവ് എനർജി കൺവേർഷൻ സിസ്റ്റം ദാൻ ഇൻ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം, ടൈഡൽ എനർജി കൺവേർഷൻ സിസ്റ്റം എക്സെട്ര. ഓക്കെ, സോളാർ എനർജി കൺവേർഷൻ സിസ്റ്റം എക്സെട്ര. അപ്പോൾ ഇതിനേക്കാളൊക്കെ കൂടുതൽ എനർജി കോൺസെൻട്രേഷൻ ഓഷ്യൻ വേവ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പവർ ഡെൻസിറ്റി ഈസ് വെരി ഹയർ അല്ലേ. അതായത് കുറച്ച് ഏരിയയിൽ നിന്ന് തന്നെ നമ്മൾ ഓഷ്യൻ വേവ് എനർജി കൺവേർഷൻ സിസ്റ്റം, അതായത് ഓഷ്യൻ എനർജിയെ നമുക്ക് ആവശ്യമുള്ള എനർജി ഫോംസ് ആക്കി മാറ്റാൻ ഉള്ള സംവിധാനമാണ് ഈ ഓഷ്യൻ എനർജി കൺവേർഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ, ഓഷ്യൻ വേവ് എനർജി കൺവേർഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഷ്യൻ വേവ് എനർജി കൺവേർഷൻ സിസ്റ്റം ചെറിയൊരു സ്മോൾ ഏരിയയിൽ നിന്ന് തന്നെ ഒരുപാട് അല്ലേ പവർ എനർജി നമുക്ക് അവൈലബിൾ ആവുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പവർ ഡെൻസിറ്റി ഈസ് വെരി മച്ച് ഹയർ ഇൻ ദ കേസ് ഓഫ് ഓഷ്യൻ വേവ് എനർജി കൺവേർഷൻ സിസ്റ്റം ദാൻ ഇൻ ദ കേസ് ഓഫ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം, സോളാർ എനർജി കൺവേർഷൻ സിസ്റ്റം എക്സെട്ര. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. നോക്കുക, വേവ്സ് ആർ കോസ്ഡ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം സർഫസ് വിൻഡ് ടു ദ സീ. സീ സർഫസിലൂടെ വീശുന്ന വിൻഡ് എനർജി സീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടാണ് ഓഷ്യൻ വേവ്സ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. എനർജി ഈസ് മോർ കോൺസെൻട്രേറ്റഡ് ഓൺ ഓഷ്യൻ വേവ് എനർജി കൺവേർഷൻ ഡിവൈസസ് ദാൻ ഓൺ വിൻഡ് എനർജി ആൻഡ് സോളാർ എനർജി ഡിവൈസസ്. പവർ ഡെൻസിറ്റി ഈസ് ഹയർ ഫോർ ഓഷ്യൻ എനർജി കൺവേർഷൻ ഡിവൈസസ് ദാൻ സോളാർ എനർജി ആൻഡ് വിൻഡ് എനർജി ഡിവൈസസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓഷ്യൻ വേവ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിൽ കൂടുതൽ എനർജി കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വിൻഡ് എനർജി, സോളാർ എനർജി കൺവേർഷൻ സിസ്റ്റത്തിനേക്കാളൊക്കെ കൂടുതൽ പവർ ഡെൻസിറ്റി ഈ പറയുന്ന ഓഷ്യൻ വേവ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ ഓഷ്യൻ വേവ് എനർജിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൈനറ്റിക് എനർജിയുമുണ്ട്, പൊട്ടൻഷ്യൽ എനർജിയുമുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മുടെ വേവിൻ്റെ ഫോർവേഡ് മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയാണ് അല്ലേ. മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജി ആണല്ലോ കൈനറ്റിക് എനർജി, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഓഷ്യൻ വേവിൻ്റെ കൈനറ്റിക് എനർജി ഈസ് ഡ്യൂ ടു ദ ഫോർവേഡ് മോഷൻ ഓഫ് ദ ഓഷ്യൻ വേവ്സ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം പൊസിഷൻ കാരണമാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ നോക്കുക, ക്രസ്റ്റിൻ്റെ ഹൈറ്റ് കാരണമാണ് അല്ലേ. ക്രസ്റ്റ് സർഫസിൽ നിന്നൊരു ഹൈറ്റിലാണല്ലോ, ഒരു ഹയർ പൊസിഷനിലാണോ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ആ പൊസിഷൻ ഹയർ പൊസിഷൻ ആയതുകൊണ്ടാണ് ക്രസ്റ്റിൻ്റെ ആ ഒരു സീ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് കാരണമാണ് പൊട്ടൻഷ്യൽ എനർജി ലഭിക്കുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഓഷ്യൻ വേവ്സ് ഡ്യൂ ടു ദ പൊസിഷൻ, ഹയർ പൊസിഷൻ ഓഫ് ദ ക്രസ്റ്റ് വെൻ കമ്പയർഡ് വിത്ത് ദ സീ സർഫസ്. അപ്പോൾ ഈ രണ്ട് എനർജിയെയും നമുക്ക് നെസസറി എനർജി ഫോംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ഓഷ്യൻ വേവ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിൻ്റെ സവിശേഷത കൈനറ്റിക് എനർജിയെയും പൊട്ടൻഷ്യൽ എനർജിയെയും നമുക്ക് ഏതാ എനർജിയാണോ ആവശ്യമായിട്ടുള്ളത് ആ എനർജി ഫോമിലേക്ക് മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നോക്കുക, വേവ് എനർജി കൺവേർഷൻ ഡിവൈസ്. എന്താണ് വേവ് എനർജി കൺവേർഷൻ ഡിവൈസ് ചെയ്യുന്നത്? അപ്പോൾ അതിനു മുൻപ് രണ്ട് തരത്തിലുള്ള എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി ഓഫ് വേവ്സ് ഈസ് ഡ്യൂ ടു ഫോർവേഡ് മോഷൻ ഓഫ് വേവ്സ്. ഓഷ്യൻ വേവ്സ് ഫോർവേഡ് മോഷൻ ചെയ്യുന്നത് കാരണം കൈനറ്റിക് എനർജി ഉണ്ട്.
പൊട്ടൻഷ്യൽ എനർജി ഓഫ് വേവ്സ് ഈസ് ഡ്യൂ ടു റൈസ്ഡ് വാട്ടർ ഓഫ് വേവ് ക്രസ്റ്റ്. വേവ് ക്രസ്റ്റിലുള്ള വാട്ടറിൻ്റെ ആ ഒരു റൈസ് അല്ലെ, ആ ഒരു ഉയർച്ച കാരണമാണ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്. ബോത്ത് ദീസ് എനർജീസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു അതർ എനർജി ഫോംസ്. ഈ രണ്ട് എനർജി ഫോംസിനെയും, കൈനറ്റിക് എനർജിയെയും പൊട്ടൻഷ്യൽ എനർജിയും നമുക്ക് മറ്റ് എനർജി ഫോംസ് ആക്കി മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഓഷ്യൻ വേവ് എനർജിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ചില കൺവേർഷൻ സിസ്റ്റം, ഓഷ്യൻ വേവ് എനർജി കൺവേർഷൻ സിസ്റ്റം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേവ് എനർജി കൺവേർഷൻ ബൈ ഫ്ലോട്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാണ് വേവ് എനർജി കൺവേർഷൻ ബൈ ഫ്ലോട്ട്സിൻ്റെ ഒരു ആ ഒരു ഡിവൈസിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ നോക്കുക. ഫ്ലോട്ട് എന്ന് പറയുന്നൊരു ഭാഗം കാണാം. ഈ ഫ്ലോട്ടിൻ്റെ പ്രത്യേകത, ഫ്ലോട്ട് നമ്മളെ വാട്ടർ വേവാണ് അല്ലേ. വേവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെ വാട്ടർ സർഫസ് റൈസ് ചെയ്യുകയും അല്ലേ താഴത്തേക്ക് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ റൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ വേവ് അപ്വേർഡ് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലോട്ടും എന്ത് ചെയ്യും, മുകളിലേക്ക് മൂവ് ചെയ്യും. താഴത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്ലോട്ടും എന്ത് ചെയ്യും, താഴത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനത്തെ ഒരു ഭാഗമാണ് ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫ്ലോട്ടുമായിട്ടാണ് ഇവിടെ പിസ്റ്റൺ എന്ന് പറയുന്ന ഭാഗത്തെ ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലോട്ട് വാട്ടറിൻ്റെ ഒപ്പം അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പിസ്റ്റണും എന്ത് ചെയ്യും, അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ സിലിണ്ടർ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം അല്ലേ. ആ സിലിണ്ടർ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം കാണാം നമുക്ക് അല്ലേ. ഇവിടെ പ്ലാറ്റ്ഫോം കണ്ടില്ലേ, കുറേ റോഡുകളാണ്, മെറ്റാലിക് റോഡ്സ് കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം കാണിച്ചിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമുമായിട്ടാണ് സിലിണ്ടർ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത, ആ പ്ലാറ്റ്ഫോം നമ്മൾ സ്റ്റോറേജ് ടാങ്കുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ സ്റ്റോറേജ് ടാങ്കുകൾ കാണാം, 4 സ്റ്റോറേജ് ടാങ്കുകൾ. ആ 4 സ്റ്റോറേജ് ടാങ്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിനെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോം സ്റ്റേഷനറിയാണ്. വാട്ടറിനനുസരിച്ചിട്ട്, വാട്ടർ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്ലാറ്റ്ഫോം മൂവ് ചെയ്യുന്നില്ല. നേരെ മറിച്ചിട്ട് ഫ്ലോട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വാട്ടറിൻ്റെ കൂടെ മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്യുന്നു വേവ് ഉണ്ടാവുന്ന സമയത്ത്. പക്ഷേ ഇവിടെ പ്ലാറ്റ്ഫോം റിമെയിൻ സ്റ്റേഷനറി ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ ദ 4 സ്റ്റോറേജ് ടാങ്ക്സ്. ഓക്കെ, അപ്പോൾ നോക്കുക, ആ സ്റ്റേഷനറി ആയിട്ടുള്ള പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മൾ സിലിണ്ടറിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഇത് ശരിക്കും വെർട്ടിക്കൽ മോഷൻ ഓഫ് ദ വേവ്സ് ആണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഈ വേവ് എനർജി കൺവേർഷൻ സിസ്റ്റം ബൈ ഫ്ലോട്ട്സ് എന്ന് പറയുന്ന ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ മോഷൻ ഓഫ് വാട്ടർ ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് വേവ്സ് എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. നോക്ക്, ഇവിടെ വേവ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സ്റ്റേഷനറി പ്ലാറ്റ്ഫോം റിമെയിൻ സ്റ്റേഷനറി. അപ്പോൾ നമ്മുടെ സിലിണ്ടർ അതുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, സ്റ്റേഷനറി പ്ലാറ്റ്ഫോമുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതും സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു. ആദ്യം നോക്കുക, വാട്ടറിൻ്റെ ഡൗൺവേർഡ് മോഷനാണ് നടക്കുന്നതെന്ന് കരുതുക. വാട്ടർ താഴത്തേക്ക് വരികയാണ് അല്ലേ, അതായത് ട്രഫ് അല്ലേ, താഴത്തേക്ക് വരിക. അപ്പോൾ അങ്ങനെ ഡൗൺവേർഡ് മോഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലോട്ടും എന്ത് ചെയ്യും, ഡൗൺവേർഡ് മോഷൻ പിന്നെ ഫ്ലോട്ടിനും ഉണ്ടാവും. അപ്പോൾ ആ ഫ്ലോട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള പിസ്റ്റണും എന്ത് ചെയ്യും, ഡൗൺവേർഡ് താഴത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെ പിസ്റ്റൺ താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ പിസ്റ്റൺ പ്ലേസ് ചെയ്തിട്ടുള്ളത് സിലിണ്ടറിനകത്താണ് അല്ലേ. അപ്പോൾ പിസ്റ്റൺ താഴത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നോക്കി നോക്ക്, ഈ സിലിണ്ടർ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു, പിസ്റ്റൺ താഴത്തേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ സിലിണ്ടറിനകത്തേക്ക് ഇൻലെറ്റ് നെക്ക് വാൾവിലൂടെ എന്ത് ചെയ്യും, കുറേ എയർ ഡ്രോ ചെയ്യപ്പെടും, എയർ വലിച്ചെടുക്കപ്പെടും. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ആ ഡൗൺവേർഡ് മോഷൻ ഓഫ് ദ വാട്ടർ ഈസ് ഫോളോഡ് ബൈ ദ അപ്വേർഡ് മോഷൻ ഓഫ് വാട്ടർ അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അപ്വേർഡ് മോഷൻ ഓഫ് വാട്ടർ അപ്പം തന്നെ നടക്കും. അങ്ങനെയാണല്ലോ, വാട്ടർ ക്രസ്റ്റ് ട്രഫ് അങ്ങനെയാണല്ലോ. അപ്പോൾ അപ്വേർഡ് മോഷൻ ഉണ്ടാവും. അപ്വേർഡ് മോഷൻ ഉണ്ടാവുന്ന സമയത്ത് ഇതിനകത്ത് ഇപ്പോൾ സിലിണ്ടറിനകത്ത് എയർ നിറഞ്ഞിരിക്കുകയാണ്. ആ എയർ എന്ത് ചെയ്യപ്പെടും, കംപ്രസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ എയർ എന്ത് ചെയ്തു, കംപ്രസ് ചെയ്യപ്പെട്ടു. പിസ്റ്റൺ അപ്വേർഡ് മോഷന് വിധേയമായി. കാരണം ഫ്ലോട്ട് ഈ അപ്വേർഡ് മോഷൻ ഓഫ് ദ വാട്ടർ നടക്കുന്ന സമയത്ത് ഫ്ലോട്ട് അപ്വേർഡ്ലി മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ പിസ്റ്റണും മൂവ് ചെയ്യും. അപ്പോൾ ആ എയർ നേരത്തെ ഡ്രോ ചെയ്തിട്ടുള്ള എയർ എന്ത് ചെയ്യും, സിലിണ്ടറിനകത്ത് നന്നായിട്ട് കംപ്രസ് ചെയ്യും. ആ കംപ്രസ്ഡ് എയറിൻ്റെ ആ എനർജി നേരെ എങ്ങോട്ട്, ഈ സ്റ്റോറേജ് ടാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. കംപ്രസ്ഡ് എയറിന് നല്ല എനർജി ഉണ്ടായിരിക്കും അല്ലേ. അത് ഈ സ്റ്റോറേജ് ടാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ആ സ്റ്റോറേജ് ടാങ്കുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ടർബൈൻ ഉണ്ട്. ആ ടർബൈൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു കംപ്രസ്ഡ് എയറിൻ്റെ ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഈ രീതിയിലാണ് വേവ് എനർജി കൺവേർഷൻ ബൈ ഫ്ലോട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, നോക്കുക, വേവ്
എനർജി കൺവേർഷൻ ബൈ ഫ്ലോട്ട്സ് മേക്ക് യൂസ് ഓഫ് വെർട്ടിക്കൽ മോഷൻ ഓഫ് വേവ്സ്. വേവ്സിൻ്റെ മുകളിലേക്കും താഴത്തേക്കുള്ള വെർട്ടിക്കൽ മോഷനാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത്. സ്ക്വയർ ഫ്ലോട്ട് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ വിത്ത് വാട്ടർ. ഇവിടെ സ്ക്വയർ ഫ്ലോട്ട്സ്, സ്ക്വയർ ആകൃതിയിലുള്ള ഈ ഫ്ലോട്ട് എന്ന് പറയുന്ന ഭാഗം വാട്ടറിൻ്റെ കൂടെ മുകളിലേക്കും അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്യുന്നു. 4 large underwater flotation tanks stabilize the platform which is supported by buoyancy force and no vertical or horizontal displacement occur for it due to wave motion. നോക്കുക, ഇവിടെ 4 സ്റ്റോറേജ് ടാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോമിനെ സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ വേവ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ പ്ലാറ്റ്ഫോമിന് യാതൊരുവിധ മൂവ്മെൻറ്റും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, എ പിസ്റ്റൺ ഈസ് അറ്റാച്ച്ഡ് ടു ദ ഫ്ലോട്ട് ആൻഡ് സിലിണ്ടർ ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്റ്റേഷനറി പ്ലാറ്റ്ഫോം. ഇവിടെ പിസ്റ്റണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് മൂവബിൾ ആയിട്ടുള്ള ഫ്ലോട്ടുമായിട്ടാണെങ്കിൽ സിലിണ്ടർ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്റ്റേഷനറി ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുമായിട്ടാണ്. ഓക്കെ, ഡൗൺവേർഡ് മോഷൻ ഓഫ് പിസ്റ്റൺ ഡ്രോസ് എയർ ഇൻ ടു ദ സിലിണ്ടർ ത്രൂ ഇൻലെറ്റ് വാൾവ്. ഡൗൺവേർഡ് മോഷൻ ഓഫ് വാട്ടർ നടക്കുന്ന സമയത്ത് ഈ ഫ്ലോട്ടും ഡൗൺവേർഡിലി മൂവ് ചെയ്യുന്നു. അപ്പോൾ കുറേ എയർ ഇൻലെറ്റ് വാൾവിലൂടെ ഈ സിലിണ്ടറിനകത്തേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദ എയർ കംപ്രസ്ഡ് ബൈ ദ അപ്വേർഡ് മോഷൻ ഓഫ് പിസ്റ്റൺ ആൻഡ് ദ കംപ്രസ്ഡ് എയർ ഈസ് സപ്ലൈഡ് ടു അണ്ടർ വാട്ടർ ഫ്ലോട്ടേഷൻ ടാങ്ക് വിച്ച് ആൾസോ ആക്ട് ആസ് സ്റ്റോറേജ് ടാങ്ക്. ഓക്കെ, എന്ത് ചെയ്യുന്നു, ഈ മൂവ് ചെയ്യുന്ന പിസ്റ്റൺ അല്ലേ, അപ്വേർഡ്ലി മൂവ് ചെയ്യുന്ന പിസ്റ്റൺ ഈ എയറിനെ കംപ്രസ് ചെയ്യുന്നു. ആ കംപ്രസ്ഡ് എയറിൻ്റെ എനർജി നേരെ സ്റ്റോറേജ് ടാങ്കിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നോക്കുക, എയർ ടർബൈൻ റൺ ബൈ ദ കംപ്രസ്ഡ് എയർ ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്റ്റോറേജ് ടാങ്ക് വിച്ച് വിൽ ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കംപ്രസ്ഡ് ടാങ്കും ഈ സ്റ്റോറേജ് ടാങ്കുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള എയർ ടർബൈൻ അത് ഈ കംപ്രസ്ഡ് എയറിനാൽ പ്രവർത്തിക്കപ്പെടുന്നു, അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ വേവ് എനർജി കൺവേർഷൻ സിസ്റ്റം ബൈ ഫ്ലോട്ട് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈ ലെവൽ റിസർവോയർ വേവ് മെഷീനാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഹൈ ലെവൽ റിസർവോയർ വേവ് മെഷീൻ്റെ ആ ഒരു ചിത്രം ഫിഗർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിലെ ഭാഗങ്ങളൊക്കെ നോക്കുക. അവിടെ കോമ്പോസിറ്റ് പിസ്റ്റൺ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം കാണാം, സീൽസ് കാണാം, ഇൻലെറ്റ് വാൾവ് കാണാം, പിന്നെ വാട്ടർ ഡിസ്ചാർജ് ചെയ്തിട്ട് റിസർവോയറിലേക്ക് എത്തുന്ന ഒരു ട്യൂബ് കാണാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഈ ഒരു ഫിഗർ വരച്ച് പഠിക്കുക തന്നെ ചെയ്യുക. പിന്നെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ നേരത്തെ ഫ്ലോട്ട് ഡിവൈസ് കണ്ടല്ലോ, അതുപോലെ തന്നെ വെർട്ടിക്കൽ മോഷൻ ഓഫ് ദ വാട്ടർ ഡ്യൂറിങ് വേവ് മോഷൻ തന്നെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഓഷ്യനിൽ വേവ് ഉണ്ടാകുന്ന സമയത്ത് വെർട്ടിക്കൽ മോഷൻ ഓഫ് ദ വേവ്സ് വാട്ടർ ഉണ്ടാവും അല്ലേ, വാട്ടർ ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യും. അതിനനുസരിച്ചിട്ട് ഉള്ള ആ ഒരു വാട്ടറിൻ്റെ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ അനുസരിച്ചിട്ട് തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ ഫ്ലോട്ടായിരുന്നു അല്ലേ, അപ്പ് ആൻഡ് ഡൗൺ മോഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഫ്ലോട്ടിന് പകരം ഇവിടെ കോമ്പോസിറ്റ് പിസ്റ്റൺ ആണ് എന്ത് ചെയ്യുന്നത്, വാട്ടറിൻ്റെ കൂടെ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്വേർഡ് മോഷൻ്റെ സമയത്ത് നമ്മുടെ കോമ്പോസിറ്റ് പിസ്റ്റൺ മുകളിലേക്കാണ് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യുന്നു, ഈ വാട്ടർ അല്ലേ, വാട്ടർ എലിവേറ്റ്, ഇത് വാട്ടറിൻ്റെ അടിയിലാണ്. അപ്പോൾ ഈ വാട്ടർ എന്ത് ചെയ്യുന്നു, എലിവേറ്റ് ചെയ്യപ്പെടുന്നു. വാട്ടർ ഒന്ന് പൊങ്ങുകയാണ്. ഓക്കെ, ഈ കോമ്പോസിറ്റ് പിസ്റ്റൺ പൊങ്ങുന്നതിനനുസരിച്ചിട്ട് വാട്ടർ ഒന്ന് പൊങ്ങുന്നു. അത് നേരെ എന്ത് ചെയ്യുന്നു അറിയോ, ഈ ട്യൂബുകളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന വാട്ടർ എന്ത് ചെയ്യുന്നു അറിയോ, ഈ റിസർവോയറിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ റിസർവോയർ നമ്മൾ വെച്ചിട്ടുണ്ടാവുക സീഷോറിലാണ്, കടൽ തീരത്താണ് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ കോമ്പോസിറ്റ് പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്തൊക്കെ ഉള്ള വെള്ളം അല്ലേ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെടുന്നു. ആസ് എ റിസൾട്ട് വാട്ടർ ഇതിലൂടെ അങ്ങോട്ട് റിസർവോയറിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എന്തായാലും ആ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സീഷോറിൽ വെച്ചിരിക്കുന്ന ഒരു ടർബൈൻ പ്രവർത്തിപ്പിക്കുന്നു, ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് ഇവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. നോക്കുക, മേക്ക് യൂസ് ഓഫ് വെർട്ടിക്കൽ മോഷൻ ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ മുകളിലേക്കും താഴത്തേക്കുള്ള ഒരു വെർട്ടിക്കൽ മോഷനാണ്, വേവ് ഉണ്ടാവുന്ന സമയത്തുള്ള അത്തരം ഒരു മോഷനാണ് ഇവിടെയും പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ഡ്യൂറിങ് ദ അപ്വേർഡ് മോഷൻ ഓഫ് വാട്ടർ composite piston move upward and the pressurized water is elevated to a natural or artificial reservoir near to seashore. അതായത് കോമ്പോസിറ്റ് പിസ്റ്റൺ വാട്ടറിൻ്റെ കൂടെ അപ്വേർഡ് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വാട്ടർ എലിവേറ്റ് ചെയ്യപ്പെടുകയാണ്. പ്രഷറൈസ്ഡ് വാട്ടർ അല്ലേ, കോമ്പോസിറ്റ് പിസ്റ്റൺ നല്ല പ്രഷർ കൂടി പ്രയോഗിക്കുന്നത് കൊണ്ട് തന്നെ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ എലിവേറ്റ് ചെയ്യപ്പെടുന്നു. അത് എലിവേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങോട്ടാണ്, നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ റിസർവോയർ നിയർ ടു സീഷോർ. കടൽ തീരത്ത് നമ്മൾ വെച്ചിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ
പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ നിർമ്മിച്ചതോ ആയിട്ടുള്ളൊരു റിസർവോയർ, ഒരു സംഭരണിക്കകത്തേക്ക് വെള്ളം എലിവേറ്റ് ചെയ്തിട്ട് എത്തുന്നു. ഓക്കെ, അതാണ്. പിന്നെ ദ വാട്ടർ ഇൻ ദ റിസർവോയർ ഈസ് മെയ്ഡ് ടു ഫ്ലോ ത്രൂ ദ ടർബൈൻ കപ്പിൾഡ് വിത്ത് ഇലക്ട്രിക് ജനറേറ്റർ. അല്ലേ, നോക്കുക, ഈ റിസർവോയറിലെ വാട്ടർ എന്ത് ചെയ്യാണ്, ഒരു ടർബൈനിലേക്ക് നമ്മൾ ഫ്ലോ ചെയ്യിപ്പിക്കുകയാണ്. ആ ടർബൈനുമായിട്ട് നമ്മളൊരു ഇലക്ട്രിക് ജനറേറ്റർ കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. ആ ഇലക്ട്രിക് ജനറേറ്റർ അപ്പോൾ അതിനനുസരിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയാണ് ഈ ഒരു സംവിധാനത്തിൽ നമ്മൾ ഹൈ ലെവൽ റിസർവോയർ വേവ് മെഷീനിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡോൾഫിൻ ടൈപ്പ് വേവ് പവർ മെഷീൻ. അപ്പോൾ അതിൻ്റെയും ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഡോൾഫിൻ എന്ന് പറയുന്ന ഒരു ടവർ പോലുള്ളൊരു ഭാഗം നമുക്ക് കാണാം. പിന്നെ ഒരു വേവ് എനർജി അബ്സോർബർ ജനറേറ്റർ നമുക്ക് ഇവിടെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഒരു കണക്റ്റിംഗ് റോഡ്, ആ കണക്റ്റിംഗ് റോഡിൻ്റെ എൻഡുമായിട്ട് ഒരു ഫൽക്രം മുഖാന്തരം അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു ഫ്ലോട്ട്. ഇത്രയുമാണ്. ഇതാണ് നമ്മൾ വേവ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഷ്യനിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇറ്റ് കൺസിസ്റ്റ് എ ഡോൾഫിൻ, ഫ്ലോട്ട്, കണക്ഷൻ റോഡ് ആൻഡ് ഇലക്ട്രിക് ജനറേറ്റർ. അതെല്ലാം നമുക്ക് ഈ ഫിഗറിൽ കാണാം. ഇവിടെ വേവ് മോഷൻ ഉണ്ടാകുന്ന സമയത്ത് ഫ്ലോട്ടിന് 2 ടൈപ്പ് മോഷൻ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ഒരു റോട്ടറി മോഷനാണ്. റോട്ടറി മോഷൻ എന്ന് പറയുമ്പോൾ കറങ്ങുന്ന അല്ലേ മോഷൻ. അതുണ്ടാവുന്നത് ഇവിടെ ഈ കണക്റ്റിംഗ് റോഡിൻ്റെയും ഫ്ലോട്ടിൻ്റെയും ഇടയിലൊരു ഫൽക്രം ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ആ ഫൽക്രത്തിൻ്റെ മോഷൻ കാരണമാണ് ഈ ഫ്ലോട്ടിന് ഒരു റോട്ടറി മോഷൻ കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ഫ്ലോട്ടിന് ഒരു വെർട്ടിക്കൽ മോഷൻ ഉണ്ട്. ആ വെർട്ടിക്കൽ മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ കണക്റ്റിംഗ് റോഡിൻ്റെയും നമ്മുടെ പിന്നെ ഡോൾഫിൻ എന്ന് പറയുന്ന ഈ ടവർ പോലുള്ള അല്ലേ, ഡോൾഫിൻ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഇടയിൽ ഒരു ഫൽക്രം ഉണ്ട്. ആ ഫൽക്രമാണ് ഈ ഫ്ലോട്ടിനെ വെർട്ടിക്കൽ മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റോട്ടറി മോഷനും ഉണ്ട്, വെർട്ടിക്കൽ മോഷനും ഉണ്ട് ഫ്ലോട്ടിന്. അത് പ്രൊവൈഡ് ചെയ്യുന്ന 2 ഫൽക്രംസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കുക, ആ മോഷൻസ്, റോട്ടറി മോഷൻ ആൻഡ് വെർട്ടിക്കൽ മോഷൻ ഓഫ് ദ ഫ്ലോട്ട് ഈസ് ആംപ്ലിഫൈഡ് ആൻഡ് it is connected to a that drive the generator by gears അല്ലേ. അത് ആംപ്ലിഫൈ ചെയ്തിട്ട് എന്താക്കുകയാണ്, ഒരു ഇവിടെ ജനറേറ്റർ ഉണ്ട് അല്ലേ. ആ ജനറേറ്ററിനെ ഒരു ഗിയർ മുഖാന്തരം പ്രവർത്തിപ്പിക്കുകയാണ്. ജനറേറ്റർ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് ഒരു സിമ്പിൾ വർക്കിംഗ് ആണ് ഈ ഡോൾഫിൻ ടൈപ്പ് പവർ ജനറേറ്ററിൻ്റെ. നോക്കുക, ഇറ്റ് കൺസിസ്റ്റ് എ ഡോൾഫിൻ, ഫ്ലോട്ട്, കണക്ഷൻ റോഡ് ആൻഡ് ഇലക്ട്രിക് ജനറേറ്റർ എല്ലാം നമുക്ക് കാണാം. ദ ഡിവൈസ് യൂസ് ഫ്ലോട്ട് വിച്ച് ഹാസ് 2 മോഷൻ. ഫ്ലോട്ടിന് 2 ടൈപ്പ് മോഷൻ ഉണ്ട്. റിവോൾവിംഗ് മോഷൻ ഓഫ് ഫൽക്രം ഓഫ് കണക്റ്റിംഗ് റോഡ് ആൻഡ് ഫ്ലോട്ട്. കണക്റ്റിംഗ് റോഡിൻ്റെയും ഫ്ലോട്ടിൻ്റെയും ഇടയിലുള്ള ഈ ഫൽക്രത്തിൻ്റെ ഒരു റോട്ടറി മോഷൻ, പിന്നെ റിവോൾവിംഗ് മോഷൻ അല്ലേ. പിന്നെയോ വെർട്ടിക്കൽ മോഷൻ ഓഫ് ഫ്ലോട്ട് ഡ്യൂ ടു ദ മോഷൻ ഓഫ് ഫൽക്രം അറ്റാച്ച്ഡ് ടു കണക്ഷൻ റോഡ് ആൻഡ് ഡോൾഫിൻ. ഡോൾഫിൻ്റെയും അതേപോലെ തന്നെ കണക്റ്റിംഗ് റോഡിൻ്റെയും ഇടയിലുള്ള ഫൽക്രം കാരണം ഉണ്ടാകുന്ന ഒരു വെർട്ടിക്കൽ മോഷൻ അല്ലേ. ആ 2 മോഷൻ. These movements are amplified and converted to continuous rotary motion that drives the generator by gears. ഈ 2 മോഷനെയും ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുകയും അത് ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്ററിനെ ഗിയർ മുഖാന്തരം പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് ഒരു ഡോൾഫിൻ ടൈപ്പ് വേവ് പവർ മെഷീൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പ് വേവ് എനർജി കൺവേർഷൻ സിസ്റ്റംസ് മനസ്സിലാക്കുക. അതിലേതെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗേഴ്സും അതുപോലെ തന്നെ വർക്കിങ്ങും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഷ്യൻ വേവ് എനർജിയാണ്. ഓഷ്യൻ വേവ് എനർജിക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓഷ്യൻ വേവ് എന്നുള്ളതല്ല, എനർജി ഫ്രം ഓഷ്യൻ അല്ലേ, അതിനുള്ള അഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഇതൊരു റിന്യൂവബിൾ എനർജി സോഴ്സാണ്. വിൻഡ് എനർജിയെ പോലെ സോളാർ എനർജിയെ പോലെ തന്നെ റിന്യൂവബിൾ എനർജി സോഴ്സാണ്. എടുക്കുന്തോറും അതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നില്ല, ഇഷ്ടം പോലെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, എനർജി കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലാണ് അല്ലേ. നമ്മൾ വിൻഡ് എനർജി സോളാർ എനർജി ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എനർജി ഓൺ ഓഷ്യൻ എനർജി കൺവേർഷൻ സിസ്റ്റം കുറച്ച് ലാർജറാണ്. ഓക്കെ, അപ്പോൾ അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഹൈ പവർ ഡെൻസിറ്റി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ വിൻഡ് എനർജി സോളാർ എനർജി ഒക്കെ ട്രാപ്പ് ചെയ്യാൻ നമുക്ക് ലാർജ് ലാൻഡ് ഏരിയ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അല്ലെ. ആളുകളൊക്കെ താമസിക്കുന്ന ലാർജ് ലാൻഡ് ഏരിയ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമല്ല, ഇത് ഓഷ്യനിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലാൻഡ് ഏരിയ ഒരുപാട് നമുക്ക് കൺസ്യൂം ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ പൊല്യൂഷൻ ഫ്രീ ആണ്, മലിനീകരണമൊന്നും ഉണ്ടാക്കുന്നില്ല, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നില്ല, കോസിങ് നോ ക്ലൈമറ്റ് ചേഞ്ച്. പിന്നെ അതേപോലെ തന്നെ ഓഷ്യനിൽ അധികമായിട്ടുള്ള എനർജി ആണല്ലോ ഈ യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഷ്യനിലെ എനർജി ആണല്ലോ യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് സീ വാട്ടറിനൊരു കാംനെസ്, റഫ് സീയെ പോലും അല്ലേ, അതിൻ്റെ എനർജി കുറേ എടുത്തു കഴിഞ്ഞാൽ അത് കുറേ ഒരു കാംനെസ് സീക്ക് ഉണ്ടാവുന്നു. കടൽക്ഷോഭമൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ എത്രയുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുക.
It is renewable. Energy is more concentrated than solar and wind energy conversion devices. Wave power devices do not use large land area like wind and solar. Pollution free and causing no climate change. It can provide a calm state to sea. These are the advantages of wave energy. അപ്പോൾ ഇനി നമ്മൾ ഡിസഡ്വാൻറ്റേജസും അറിഞ്ഞിരിക്കണം അല്ലേ? നോക്കാം. ഓഷ്യൻ എനർജിയുടെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഷ്യൻ വേവ് എനർജി. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് നോക്കാൻ നമ്മൾ ഈ ഡിവൈസസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ ഓഷ്യനകത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാൻഡിൽ ഉണ്ടാക്കുന്നത് പോലെയല്ല. അവിടേക്ക് സാധനങ്ങൾ എത്തിക്കാനായിക്കോട്ടെ ഒക്കെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വളരെ ഹൈ ആവും അല്ലേ? അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും മെയിൻ്റനൻസ് കോസ്റ്റും കൺസ്ട്രക്ഷൻ കോസ്റ്റും ഒക്കെ ലാൻഡിലേക്കാളും അധികം സീല് വരും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ഹൈ എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഓഷ്യനിലെ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ വേവ് ആണെങ്കിൽ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഫേസ്, ഡയറക്ഷൻ ഇതൊന്നും സ്റ്റേബിൾ അല്ല, അതിങ്ങനെ ചേഞ്ചിങ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എഫിഷ്യൻസിയെ ബാധിക്കും അല്ലേ? എഫിഷ്യൻസി എക്സ്ട്രാക്റ്റ് അല്ലെ, പവർ എഫിഷ്യൻസി വളരെ ഹൈ പവർ എഫിഷ്യൻസി എപ്പോഴും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ഫേസ്, ആംപ്ലിറ്റ്യൂഡ്, ഡയറക്ഷൻ ഒന്നും സ്റ്റേബിൾ അല്ല, അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. മൂന്നാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സ്റ്റേം അല്ലേ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്റ്റേമി കണ്ടീഷൻസിലൊക്കെ ഈ വിൻഡ് എനർജി ഈ ഓഷ്യൻ എനർജി കൺവേർഷൻ സിസ്റ്റം എക്സ്പോസ് ചെയ്യും. അങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്റ്റോമി കണ്ടീഷൻ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പല വലിയ ഡാമേജസ് ഇതിനുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പിന് സീയുടെ ഫ്രണ്ട് വ്യൂക്ക് ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെ അല്ലേ, ചില പ്രോബ്ലംസ് ഒക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കൺവേർഷൻ സിസ്റ്റംസ്. ഓഷ്യൻ എനർജി കൺവേർഷൻ സിസ്റ്റം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ മറൈൻ ലൈഫ്, കടലിലുള്ള മീനുകൾ അല്ലേ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും അല്ലേ? കടലിലുള്ള മീനുകൾ പോലുള്ള മറ്റ് ജീവജാലങ്ങളൊക്കെ ഇത് മറൈൻ ലൈഫിനെ ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഈ സീയിൽ നിന്ന് ഷോറിലേക്ക്, സീലാണ് എനർജി നമുക്ക് ലഭിക്കുന്നത്, ആ എനർജിയെ ഷോറിലേക്ക് എത്തിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് അല്ലേ? കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, നോക്കുക. Energy is available in ocean. Since the device operate at a marine environment, they require high construction and maintenance cost. അല്ലേ? ഹൈ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇറഗുലാരിറ്റീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്, ഫേസ് ആൻഡ് ഡയറക്ഷൻ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു എക്സ്ട്രാക്ട് പവർ എഫിഷ്യൻസി. ആംപ്ലിറ്റ്യൂഡും ഫേസും ഡയറക്ഷനും ഒന്നും റെഗുലർ അല്ല, ഇറഗുലർ ആണ്. അത് പവർ എഫിഷ്യൻസി, ഹൈ പവർ എഫിഷ്യൻസി ഒക്കെ അച്ചീവ് ചെയ്യാൻ അത് പ്രയാസം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. പവർ എക്സ്ട്രാക്ഷൻ സിസ്റ്റം മേ എക്സ്പോസ്ഡ് ടു ഒക്കേഷണൽ എക്സ്ട്രീം സ്റ്റേമി കണ്ടീഷൻ ലൈക്ക് സുനാമി പോലുള്ള സ്റ്റേമി കണ്ടീഷൻസ് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ട്രാൻസ്മിറ്റ് പവർ ഫ്രം ഓപ്പൺ സീ ടു ഷോർ. സീയിൽ നിന്ന് ഷോറിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. ഓൺ ഷോർ വേവ് എനർജി ഡിവൈസ് ഇൻസ്റ്റാളേഷൻ മേ ചേഞ്ച് വിഷ്വൽ ലാൻഡ്സ്കേപ്പ് ആൻഡ് ഓഷ്യൻ ഫ്രണ്ട് വ്യൂ. ഓഷ്യൻ ഫ്രണ്ട് വ്യൂവിനെയും വിഷ്വൽ ലാൻഡ്സ്കേപ്പിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന കൺവേർഷൻ സിസ്റ്റംസ്. ദ ഡിവൈസ് മേ കോസ് ഡിസ്റ്റർബൻസ് ടു മറൈൻ ലൈഫ്. മറൈൻ ലൈഫിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനർജി ഫ്രം ഓഷ്യൻ എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ടോപ്പിക് കൂടി നമ്മുടെ ഈ ഒരു പേപ്പറിൽ എടുക്കാനുണ്ട്. അത് കെമിക്കൽ എനർജി സോഴ്സ് ആണ്, അല്ലെങ്കിൽ എനർജി ഫ്രം കെമിക്കൽ സോഴ്സസ്. ഓക്കെ, ആ ഒരു ടോപ്പിക് കൂടി എടുക്കാണ്ട്. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യും. അതോടുകൂടി നമ്മുടെ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ എടുത്ത ഭാഗങ്ങളൊക്കെ വൃത്തിയായിട്ട് നോക്കുക. എക്സാം വളരെ അടുത്തെത്തി. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നോക്കിയിട്ട് ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക എന്ന് മനസ്സിലാക്കുക. നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.